സെൻറ്ററിൽ പ്രൈം മിനിസ്റ്ററിനുള്ള സെയിം പവറാണ് സ്റ്റേറ്റ് വരുമ്പോഴത്തേക്കും ചീഫ് മിനിസ്റ്ററിനുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റേറ്റിൻ്റെ റിയൽ എക്സിക്യൂട്ടീവ് അതോറിറ്റി എന്ന് പറയുന്നത് CM ആയിരിക്കും. നോമിനൽ എക്സിക്യൂട്ടീവ് അതോറിറ്റി എന്ന് പറയുന്നത് ഗവർണർ ആയിരിക്കും. ഇപ്പോൾ ഗവർണർ എന്ന് പറയുന്നത് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്, പക്ഷേ CM എന്ന് പറയുന്നത് ഹെഡ് ഓഫ് ദ ഗവൺമെൻറ് ആണ്. ഇനി CMനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്നതിലോ പ്രത്യേക സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊസീജിയർ ഒന്നും കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ ആർട്ടിക്കിൾ 164 കാര്യം പറയുന്നത് CMനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവർണർ ആയിരിക്കണം. അതുകൊണ്ട് പാർലമെൻ്ററി സിസ്റ്റത്തിന് നമ്മൾ ഫോളോ ചെയ്തു വരുന്ന പാർലമെൻ്ററി സിസ്റ്റത്തിൻ്റെ കൺവെൻഷൻ പ്രകാരം സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മെജോറിറ്റി പാർട്ടിയുടെ ലീഡർ ആരോ അദ്ദേഹത്തിനെയാണ് ഗവർണർ CM ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യുക. ഇനി ഇൻ കേസ് ഒരു ക്ലിയർ മെജോറിറ്റി ഇല്ല എങ്കിൽ, ഒരു പാർട്ടിക്കും ഒരു ക്ലിയർ മെജോറിറ്റി അസംബ്ലിയിൽ ഇല്ല എങ്കിൽ ഗവർണർക്ക് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഡിസ്ക്രിപ്ഷൻ പ്രകാരം, അതായത് സിറ്റുവേഷണൽ ഡിസ്ക്രിപ്ഷൻ യൂസ് ചെയ്തിട്ട് ഒരു പുതിയ വ്യക്തിയെ CM ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നോർമലി അപ്പോയിൻറ്റ് ചെയ്യുന്നത് മെജോറിറ്റി പാർട്ടിയുടെ ലീഡറിനെയാണ്. പക്ഷേ ഇൻ കേസ് എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ട് അസംബ്ലിയിൽ ഒരു പാർട്ടിക്ക് പോലും ക്ലിയർ മെജോറിറ്റി ഇല്ല എങ്കിൽ ഗവർണർ തൻ്റെ പേഴ്സണൽ ഡിസ്ക്രിപ്ഷൻ യൂസ് ചെയ്തിട്ട് സിറ്റുവേഷണൽ ഡിസ്ക്രിപ്ഷൻ എക്സർസൈസ് ചെയ്യും. എന്നിട്ട് ഒരാളെ CM ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യും. ഇനിയും സ്റ്റേറ്റ് ലെജിസ്ലേഷൻ്റെ മെമ്പർ അല്ലാത്തൊരു വ്യക്തിയെ CM ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് മാക്സിമം അങ്ങനെ ഒരു 6 മാസത്തേക്കാണ് അപ്പോയിൻമെൻറ്റ് പറ്റുക. അതിനുള്ളിൽ ഹി ഷുഡ് ബി ഇലക്റ്റഡ് ടു ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, ഫെയിലിംഗ് വിച്ച് ഹി സീസസ് ടു ബി ദ CM. പിന്നെ ഗവർണർ 2 ഹൗസിൻ്റെ മെമ്പർ ആയിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ CM എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഹൗസിൻ്റെ മെമ്പർ ആയിരിക്കണം. അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ദ CM മേ ബി എ മെമ്പർ ഓഫ് എനി ഓഫ് ദ 2 ഹൗസസ് ഓഫ് എ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. അപ്പോൾ അത് അസംബ്ലിയിലെയോ കൗൺസിലിലെയോ മെമ്പർ ആയിരിക്കാം. അതുപോലെ തന്നെ CMനെ ഇലക്ട് ചെയ്യുമ്പം സാധാരണഗതിയിൽ ലോവർ ഹൗസിൽ നിന്നാണ് ഇലക്ട് ചെയ്യുക, അത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിന്നാണ് സെലക്ട് ചെയ്യുക. പക്ഷേ ചില കേസിൽ ചിലപ്പോഴൊക്കെ ഒരു കൗൺസിലിലെ വ്യക്തിയെ പോലും കൗൺസിലിലെ മെമ്പറിനെയും CM ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യാറുണ്ട്. ടേം ഓഫ് ഓഫീസ് ഫിക്സ്ഡ് അല്ല. അത് ടേം ഓഫ് CM's ഓഫീസ് ഈസ് നോട്ട് ഫിക്സ്ഡ് ആൻഡ് ഹി ഹോൾഡ്സ് ഓഫീസ് ഡ്യൂറിങ് ദ പ്ലഷർ ഓഫ് ഗവർണർ. പക്ഷേ എന്ന് വെച്ചിട്ട് ഗവർണറിനെ എപ്പോഴും വേണമെങ്കിലും അദ്ദേഹത്തിനെ ഡിസ്മിസ് ചെയ്ത് വിടാൻ പറ്റില്ല. ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ മെജോറിറ്റി സപ്പോർട്ട് CMനുള്ളിടത്തോളം കാലം ഗവർണർക്ക് വെറുതെ അങ്ങ് CMനെ പിരിച്ചുവിടാൻ പറ്റില്ല. But if he loses the confidence of the assembly, he must resign or the governor can dismiss him. ഇനി CMൻ്റെ ഓത്ത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ഗവർണറാണ്. അദ്ദേഹത്തിന് ഓത്ത് ഓഫ് ഓഫീസും ഉണ്ട്, ഓത്ത് ഓഫ് സീക്രസിയും ഉണ്ട്. ഓത്ത് ഓഫ് ഓഫീസിൽ CM സ്വെയർ ചെയ്യുന്നത് ടു ബിയർ ട്രൂ ഫെയ്ത്ത് ആൻഡ് അലിജിയൻസ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ടു അപ്ഹോൾഡ് ദ സവറനിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ, ടു ഫെയ്ത്ത്ഫുള്ളി ആൻഡ് കോൺഷ്യസ്ലി ഡിസ്ചാർജ് ദ ഡ്യൂട്ടീസ് ഓഫ് ഹിസ് ഓഫീസ്, ആൻഡ് ടു ഡു right to all manner of people in accordance with the constitution and the law without fear or favor, affection or ill will. ഇതുകൂടാതെ അദ്ദേഹത്തിന് ഓത്ത് ഓഫ് സീക്രസി ഉണ്ട്. അതിൽ ഹി വിൽ നോട്ട് റിവീൽ എനിത്തിങ് എന്നുള്ളതാണ് അദ്ദേഹം സ്വെയർ ചെയ്യുന്നത്. ഇൻ ഹിസ് ഓത്ത് ഓഫ് സീക്രസി ദ CM swears that he will not directly or indirectly communicate or reveal to any person any matter that is brought under his consideration or becomes known to him as a state minister except as may be required for the due discharge of his duties as such minister. സോ അതിൽ ഓത്തിൽ എന്തൊക്കെയാണ് പറയുക, ഓത്ത് ഓഫ് ഓഫീസ് എന്താണ്, ഓത്ത് ഓഫ് സീക്രസി എന്താണെന്നുള്ളതേ ഉള്ളൂ. മെയിനായിട്ട് നോക്കേണ്ടത് CMൻ്റെ ഓത്ത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ഗവർണറാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സാലറി ആൻഡ് അലവൻസസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറാണ്. പ്രൈം മിനിസ്റ്ററിൻ്റെ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് പറഞ്ഞ പോലെ തന്നെ നമുക്കിവിടെ CMൻ്റെ ചീഫ് മിനിസ്റ്ററിൻ്റെ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് നമുക്ക് 4 ആയിട്ട് പറയാം. ഇൻ റിലേഷൻ ടു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, ഇൻ റിലേഷൻ ടു ദ ഗവർണർ, ഇൻ റിലേഷൻ ടു സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, പിന്നെ അതർ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ്. ഇൻ റിലേഷൻ ടു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, അപ്പോൾ ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കാണും ഒരു സ്റ്റേറ്റിന്, അതിൻ്റെ ഹെഡായിട്ട് ചീഫ് മിനിസ്റ്റർ കാണും. സോ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഹെഡ് എന്ന നിലയ്ക്ക് CMന് കിട്ടുന്ന പവേഴ്സാണ്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ചീഫ് മിനിസ്റ്റർ റെക്കമെൻഡ് ചെയ്യുന്ന ആളുകളെ മാത്രമേ ഗവർണറിന് മിനിസ്റ്റേഴ്സായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ചീഫ് മിനിസ്റ്ററാണ് പോർട്ട്ഫോളിയോസ്, മിനിസ്റ്റേഴ്സിനിടയ്ക്ക് പോർട്ട്ഫോളിയോസ് അലോക്കേറ്റ് ചെയ്യുന്നതും റീഷഫിൾ ചെയ്ത് കൊടുക്കുന്നതും. He can ask a minister to resign or advise the governor to dismiss him in case of difference of opinion.
He presides over the meetings of the Council of Ministers and influences its decisions. He guides, directs, controls and coordinates the activities of all the ministers. Next, he can bring about the collapse of the Council of Ministers by resigning from office. അപ്പോൾ എൻറ്റയർ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും ഒരു തരത്തിൽ പറഞ്ഞാൽ സി എമ്മിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. സി എം റെക്കമെൻഡ് ചെയ്യുന്ന ആളുകളെ മാത്രമേ ഗവർണർക്ക് മിനിസ്റ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സി എം ആണ് പോർട്ട്ഫോളിയോസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നതും റീഷഫിൾ ചെയ്ത് കൊടുക്കുന്നതും. അപ്പോൾ സി എമ്മിന് ഒരു മിനിസ്റ്ററിനോട് റിസൈൻ ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ ഗവർണറിനോട് പറഞ്ഞിട്ട് ഡിസ്മിസ് ചെയ്യിപ്പിക്കുകയും ചെയ്യാം. ഇനി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഫൈനൽ ഡിസിഷൻ സി എമ്മിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എല്ലാ സെഷനും എല്ലാ മീറ്റിങ്ങും പ്രിസൈഡ് ഓവർ ചെയ്യുന്നത് സി എം ആണ്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ മീറ്റിംഗ് എല്ലാം പ്രിസൈഡ് ഓവർ ചെയ്യുന്നത് സി എം ആണ്. അതുപോലെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഹെഡ് എന്ന നിലയ്ക്ക് അദ്ദേഹം റിസൈൻ ചെയ്യുകയാണെങ്കിൽ എൻറ്റയർ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കൊളാപ്സ് ആവും. നെക്സ്റ്റ്, ഇൻ റിലേഷൻ ടു ദ ഗവർണർ. സെൻറ്ററിനും സ്റ്റേറ്റിനും മെഡിക്കൽ ഏജൻറ്റായിട്ട് ആരായിരുന്നു? ഗവർണറായിരുന്നു ആക്ട് ചെയ്തത്. ഇനി ഗവർണറിനും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനും ഇടയ്ക്കുള്ള പ്രിൻസിപ്പൽ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷനായിട്ട് ആക്ട് ചെയ്യുന്നത് സി എം ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ഡിസിഷൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എടുത്താലും അത് ഗവർണറിനെ അറിയിക്കുന്നത് സി എം ആയിരിക്കും. If the governor so requires, to submit for the consideration of the Council of Ministers any matter on which a decision has been taken by a minister but which has not been considered by the council. ഇനിയും സ്റ്റേറ്റിലെ ഇമ്പോർട്ടൻറ്റ് ഒഫീഷ്യൽസിനെ അപ്പോയിൻറ്റ് ചെയ്യുമ്പം അതിന് വേണ്ടുന്ന അഡ്വൈസ് ഗവർണർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് സി എം ആണ്. അഡ്വക്കേറ്റ് ജനറൽ ഓഫ് ദി സ്റ്റേറ്റിനെ ആയാലും പിന്നെ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനെ മെമ്പറിനെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ടുള്ള അഡ്വൈസും ഗവർണർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ കേസാണെങ്കിലും ഇതിനൊക്കെ സ്റ്റേറ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഒഫീഷ്യൽസിനൊക്കെയുള്ള ഒഫീഷ്യൽസിൻ്റെ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള അഡ്വൈസും ഗവർണറിന് പ്രൊവൈഡ് ചെയ്യുന്നത് സി എം ആണ്. അപ്പം പ്രിൻസിപ്പൽ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഗവർണർ ആൻഡ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് സി എം ആണ്. നെക്സ്റ്റ്, ഇൻ റിലേഷൻ ടു സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. ലീഡർ ഓഫ് ദ ഹൗസ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് കിട്ടുന്ന പവേഴ്സാണ്. ഇനി സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെ സെഷൻസ് സമ്മൺ ചെയ്യണോ പ്രൊറോഗ് ചെയ്യണോ എന്നതിനെക്കുറിച്ചുള്ള അഡ്വൈസ് ഗവർണറിന് പ്രൊവൈഡ് ചെയ്യുന്നു. ഇവിടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ലെജിസ്ലേറ്റീവ് കൗൺസിലാണ്. അപ്പോൾ ലെജിസ്ലേറ്റീവ് അസംബ്ലീൻ്റെ കേസിൽ ഗവർണറിനോട് റെക്കമെൻഡ് ചെയ്ത് എപ്പോൾ വേണമെങ്കിലും ഇത് ഡിസോൾവ് ചെയ്ത് വിടാനായിട്ട് സി എമ്മിന് പറ്റും. ഇനിയും ഹൗസിൽ ഗവൺമെൻറ് പോളിസീസൊക്കെ അനൗൺസ് ചെയ്യുന്നതും സി എം ആണ്. ഇനി മറ്റ് പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിൻ്റെ ചെയർമാനായിട്ട് ആക്ട് ചെയ്യുന്നത് സി എം ആണ്. ഇനി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ചീഫ് സ്പോക്സ്മാൻ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആയിരുന്നെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ചീഫ് സ്പോക്സ്മാൻ എന്ന് പറയുന്നത് സി എം ആണ്, ചീഫ് മിനിസ്റ്ററാണ്. ഹി ഈസ് എ ക്രൈസിസ് മാനേജർ ഇൻ ചീഫ് അറ്റ് ദ പൊളിറ്റിക്കൽ ലെവൽ ഡ്യൂറിങ് എമർജൻസീസ്. ഹി ഈസ് എ പൊളിറ്റിക്കൽ ഹെഡ് ഓഫ് ദ സർവീസസ്. ഇനിയും ഇതുകൂടാതെ പ്രൈം മിനിസ്റ്റർ ഹെഡ് ചെയ്യുന്ന നീതി ആയോഗ് അതിൻ്റെ ഗവേണിംഗ് കൗൺസിലും അതുപോലെ തന്നെ ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിലിൻ്റെയും ഒരു മെമ്പറായിരിക്കും എല്ലാ സ്റ്റേറ്റിലെയും ചീഫ് മിനിസ്റ്റേഴ്സ്. ഹി ആക്ട്സ് ആസ് എ വൈസ് ചെയർമാൻ ഓഫ് ദ കൺസേൺഡ് സോണൽ കൗൺസിൽ ബൈ റൊട്ടേഷൻ, ഹോൾഡിംഗ് ഓഫീസ് ഫോർ എ പീരീഡ് ഓഫ് 1 year അറ്റ് എ ടൈം. ഒരു സ്റ്റേറ്റിൻ്റെ ലീഡർ എന്ന നിലയിൽ പല സെക്ഷൻസുമായിട്ടുള്ള പീപ്പിളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് ആൻഡ് റിസീവ്സ് മെമ്മറാൻഡ ഫ്രം ദം റിഗാർഡിംഗ് ദർ പ്രോബ്ലംസ്. ഇതൊക്കെയാണ് സി എമ്മിൻ്റെ മറ്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ്. സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ്. സെൻട്രലിലുള്ള പോലെ തന്നെയാണ് നമുക്കിവിടെ ഇതും ഉള്ളത്. ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹെഡഡ് ബൈ ദ ചീഫ് മിനിസ്റ്റർ ഇസ് എ റിയൽ എക്സിക്യൂട്ടീവ് അതോറിറ്റി ഇൻ ദ പൊളിറ്റിക്കോ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓഫ് എ സ്റ്റേറ്റ്. ആർട്ടിക്കിൾ 163 പറയുന്നത് there shall be a council of ministers with the chief minister as the head to aid and advise the governor in the exercise of his functions except in so far as he is required to exercise his functions in his discretion. അപ്പോൾ ഗവർണറിന് അദ്ദേഹത്തിൻ്റെ ഫങ്ഷൻസ് എക്സർസൈസ് ചെയ്യാനായിട്ട് വേണ്ടുന്ന അഡ്വൈസും വേണ്ടുന്ന എയ്ഡും ഹെൽപ്പും പ്രൊവൈഡ് ചെയ്യാനായിട്ട് there shall be a council of ministers. അതിൽ ഹെഡായിട്ട് ചീഫ് മിനിസ്റ്ററും വേണം എന്നാണ് ആർട്ടിക്കിൾ 163 പറയുന്നത്. എക്സെപ്ഷൻ എന്ന് പറയുന്നത് ഗവർണറിന് അദ്ദേഹത്തെ ഡിസ്ക്രിഷനിൽ ചെയ്യുന്ന ടൈമിലാണെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്ക്രിഷൻ ആയാലും
സിറ്റുവേഷണൽ ഡിസ്ക്രിപ്ഷൻ ആയാലും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഡിസ്ക്രിപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പവർ എക്സർസൈസ് ചെയ്യുന്നതെങ്കിൽ ആ ടൈമിൽ ഇവരുടെ ഒന്നും എയ്ഡ് ആൻഡ് അഡ്വൈസ് ആവശ്യമില്ല. നെക്സ്റ്റ് ആർട്ടിക്കിൾ 164 പറയുന്നത് ദ ചീഫ് മിനിസ്റ്റർ ഷാൾ ബി അപ്പോയിൻറ്റഡ് ബൈ ദ ഗവർണർ ആൻഡ് അതർ മിനിസ്റ്റേഴ്സ് ഷാൾ ബി അപ്പോയിൻറ്റഡ് ബൈ ദ ഗവർണർ ഓൺ ദ അഡ്വൈസ് ഓഫ് ദ ചീഫ് മിനിസ്റ്റർ. ഇനിയും എല്ലാ മിനിസ്റ്റേഴ്സും ഷാൾ ഹോൾഡ് ഓഫീസ് ഡ്യൂറിംഗ് ദ പ്ലഷർ ഓഫ് ദ ഗവർണർ. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ് സ്റ്റേറ്റിൻ്റെ കേസ് പറയുമ്പം. സെൻട്രലിൻ്റെ കേസ് പറയുമ്പോൾ എങ്ങനെയായിരുന്നു? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ലോക്സഭയായിരുന്നു. ഇനിയും ഒരു സ്റ്റേറ്റിലെ അതിൻ്റെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ 2 ഹൗസ് ഉണ്ടെങ്കിൽ മിനിസ്റ്റർ ഏതെങ്കിലും ഒരു ഹൗസിലെ മെമ്പർ ആയിരിക്കും. അപ്പോൾ എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന് മറ്റ് ഹൗസ് ഏതാണ് അവിടുത്തെ പ്രൊസീഡിങ്സിലേക്ക് ടേക്ക് പാർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ വോട്ടിംഗ് റൈറ്റ് ഉള്ളത് ആകെ അദ്ദേഹം എവിടെയാണ് മെമ്പറായിട്ടുള്ളത് അവിടെ മാത്രമേ വോട്ടിംഗ് റൈറ്റ് ഉള്ളൂ. എ മിനിസ്റ്റർ ഹു ഈസ് എ മെമ്പർ ഓഫ് ദ വൺ ഹൗസ് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഹാസ് എ റൈറ്റ് ടു സ്പീക്ക് ആൻഡ് ടു ടേക്ക് പാർട്ട് ഇൻ ദ പ്രൊസീഡിങ്സ് ഓഫ് ദ അതർ ഹൗസ്, ബട്ട് ഹി ക്യാൻ വോട്ട് ഓൺലി ഇൻ ദ ഹൗസ് ഓഫ് വിച്ച് ഹി ഈസ് എ മെമ്പർ. കൗൺസിൽ ഓഫ് മിനിസ്റ്ററിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വ്യക്തിയാണ് CM എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഇനി ലെജിസ്ലേറ്റീവ് അസംബ്ലിയോ ലെജിസ്ലേറ്റീവ് കൗൺസിലോ മെമ്പർ അല്ലാത്ത ഒരു വ്യക്തിയെ ഒരു മിനിസ്റ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഫോർ എ പീരീഡ് ഓഫ് 6 മന്ത്സിലേക്കാണ് അത്തരത്തിൽ മെമ്പർ അല്ലാത്തൊരു വ്യക്തിയെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുക. 6 മന്ത്സിനുള്ളിൽ തന്നെ അദ്ദേഹം ഇതിലേതെങ്കിലും ഒരു ഹൗസിലെ മെമ്പർ ആയിരിക്കണം എന്നുള്ളത് കമ്പൽസറിയാണ്. അതർവൈസ് ഹി സീസസ് ടു ബി എ മിനിസ്റ്റർ. Usually, the members of the state legislature, either the legislative assembly or the legislative council, are appointed as ministers. A person who is not a member of either house of the state legislature can also be appointed as a minister, but within 6 months, he must become a member, either by election or by nomination, of either house of the state legislature. Otherwise, he ceases to be a minister. നോമിനേഷൻ വഴി എങ്ങനെയാണ് വരിക? ഗവർണർക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റും. 1/6 ഓഫ് ദ മെമ്പറിനെ ഗവർണർക്ക് കൗൺസിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റും. അത്തരത്തിൽ മെമ്പർഷിപ്പ് എടുത്താലും മതി. ഇനി മിനിസ്റ്റേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി നോക്കുമ്പോൾ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് പറയുന്നുണ്ട്. പക്ഷേ അവർക്ക് ലീഗൽ റെസ്പോൺസിബിലിറ്റി ഒന്നും പറയുന്നില്ല. സോ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ആർട്ടിക്കിൾ 164 എന്താണ് പറയുന്നത്? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്. ഒരു സ്റ്റേറ്റിൻ്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയോടായിരിക്കും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ആവുക. ദിസ് മീൻസ് ദാറ്റ് ഓൾ ദ മിനിസ്റ്റേഴ്സ് ഓൺ ജോയിൻറ്റ് റെസ്പോൺസിബിലിറ്റി ടു ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഫോർ ഓൾ ദെയർ ആക്ട്സ് ഓഫ് ഒമിഷൻ ആൻഡ് കമ്മീഷൻ. They work as a team and swim or sing together. Next, individual responsibility. ഓരോ മിനിസ്റ്റേഴ്സും ഇൻഡിവിജ്വലി റെസ്പോൺസിബിൾ ടു ഗവർണറാണ്. ഗവർണറിൻ്റെ ചീഫ് മിനിസ്റ്ററിൻ്റെ ഒരു അഡ്വൈസ് ഉണ്ടെങ്കിൽ ഗവർണർക്ക് റിമൂവ് ചെയ്യാൻ പറ്റും ഒരു മിനിസ്റ്ററിനെ. അതുപോലെ തന്നെ അസംബ്ലിയുടെ കോൺഫിഡൻസ് ഇല്ലാതാവുന്ന ടൈമിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ റിമൂവ് ചെയ്യാനും ഗവർണർക്ക് പറ്റും. അപ്പോൾ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി പറയുന്നത് മിനിസ്റ്റേഴ്സ് ഹോൾഡ് ഓഫീസ് ഡ്യൂറിംഗ് ദ പ്ലഷർ ഓഫ് ദ ഗവർണർ. This means that the governor can remove a minister at a time when the Council of Ministers enjoys the confidence of the Legislative Assembly. ചീഫ് മിനിസ്റ്ററിൻ്റെ അഡ്വൈസ് ഉണ്ടെങ്കിൽ ഒരു മിനിസ്റ്ററിനെ എപ്പോൾ വേണമെങ്കിലും റിമൂവ് ചെയ്യാൻ ഗവർണറിന് പറ്റും. നെക്സ്റ്റ്, നോ ലീഗൽ റെസ്പോൺസിബിലിറ്റി. സെൻട്രലിലെ പോലെ തന്നെ there is no provision in the constitution for the system of legal responsibility of the minister in the states. Moreover, the courts are barred from inquiring into the nature of advice rendered by the ministers to the governor. ഗവർണറിന് എയ്ഡ് ആൻഡ് അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യാനാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉള്ളത്. അത്തരത്തിലുള്ള അഡ്വൈസിന് എൻക്വയറി ചെയ്യാൻ കോർട്ടിന് പറ്റില്ല. ഇനിയും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ കോമ്പോസിഷനാണ്. സെൻറ്ററിൻ്റെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എളുപ്പമായിരിക്കും. സെയിം തന്നെയാണ്, ആകെ ഡിഫറൻസ് ഇവിടെ ചീഫ് മിനിസ്റ്റർ ആണെന്നുള്ളതേ ഉള്ളൂ. സോ സുപ്രീം ഗവേണിംഗ് അതോറിറ്റി ഇൻ ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ചീഫ് മിനിസ്റ്ററാണ്. പിന്നെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഉണ്ട്. ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് ഹെഡ് ചെയ്യുന്നത്. ലൈക്ക് ഹോം, എഡ്യൂക്കേഷൻ, ഫിനാൻസ്, അഗ്രികൾച്ചർ, അത്തരത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ ഹെഡ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആയിരിക്കും. ആൻഡ് ആസ് എ നെയിം സേസ് ഇവർ ക്യാബിനറ്റിൻ്റെ മെമ്പേഴ്സ് ആയിരിക്കും. ക്യാബിനറ്റ് എന്ന് വെച്ചാൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഒരു ന്യൂക്ലിയസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു സ്മോളർ ബോഡിയാണ് ക്യാബിനറ്റ് എന്ന് പറയുന്നത്.
അതിൽ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് മാത്രമേ മെമ്പേഴ്സ് ആയിരിക്കുള്ളൂ. ഇറ്റ് ഈസ് എ റിയൽ സെൻറ്റർ ഓഫ് അതോറിറ്റി ഇൻ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻസ് ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആയിരിക്കും, ക്യാബിനറ്റ് ആയിരിക്കും. ഇറ്റ് ഈസ് എ ഹയസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി ഇൻ ദ പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓഫ് എ സ്റ്റേറ്റ്. അതുപോലെ തന്നെ സ്റ്റേറ്റിൻ്റെ കേസിൽ ചീഫ് പോളിസി ഫോർമുലേറ്റിംഗ് ബോഡിയായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ആൻഡ് സുപ്രീം എക്സിക്യൂട്ടീവ് അതോറിറ്റിയാണ്. It is a chief coordinator of the state administration, advisory body to the governor. It is a chief crisis manager and thus deals with all the emergency situations. അതുപോലെ മേജറായിട്ടുള്ള ലെജിസ്ലേറ്റീവ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ഒക്കെ ഡീൽ ചെയ്യുന്നതും ക്യാബിനറ്റ് ആയിരിക്കും. ഇറ്റ് എക്സസൈസസ് കൺട്രോൾ ഓവർ ഹയർ അപ്പോയിൻമെൻറ്റ്സ് ലൈക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ് ആൻഡ് സീനിയർ സെക്രട്ടേറിയറ്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. സോ ഇമ്പോർട്ടൻറ്റ് പോളിസീസ് ഡിസൈഡ് ചെയ്യുന്നത് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സാണ്. നെക്സ്റ്റ്, മിനിസ്റ്റേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ്. ഒന്നുകിൽ അവർക്ക് ഇൻഡിപെൻഡൻറ്റ് ചാർജ് പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററിനെ അസിസ്റ്റ് ചെയ്യാനായിട്ടുള്ള രീതിയിൽ അവരെ അസൈൻ ചെയ്യാം. പക്ഷേ ഇവരെന്ന് പറയുന്നത് ക്യാബിനറ്റിൻ്റെ മെമ്പേഴ്സ് ആയിരിക്കില്ല. ഹവർ ദേ ആർ നോട്ട് മെമ്പേഴ്സ് ഓഫ് ദി ക്യാബിനറ്റ് ആൻഡ് ഡു നോട്ട് അറ്റൻഡ് ദ ക്യാബിനറ്റ് മീറ്റിംഗ്സ് അൺലെസ് സ്പെഷ്യലി ഇൻവൈറ്റഡ് വെൻ സംതിങ് റിലേറ്റഡ് ടു ദിയർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ കൺസിഡേർഡ് ബൈ ദി ക്യാബിനറ്റ്. ഇപ്പോൾ ക്യാബിനറ്റ് ഇവരുടെ ക്യാബിനറ്റ് ഗസ് ഇൻഡിപെൻഡൻറ്റ് ചാർജൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ അവർ ഏതാണോ ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് ഒക്കെ എന്തെങ്കിലും എടുക്കുന്നുണ്ട് ക്യാബിനറ്റ് എങ്കിൽ അത്തരത്തിലുള്ളൊരു മീറ്റിങ്ങിലേക്ക് സ്പെഷ്യലി ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ ക്യാബിനറ്റിൻ്റെ ഭാഗമാകാം. അല്ലാതെ ഇവർ ക്യാബിനറ്റിൻ്റെ മെമ്പേഴ്സൊന്നുമല്ല. അത് കഴിഞ്ഞ് വരുന്നതാണ് ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ്. ഇവർക്ക് ഇൻഡിപെൻഡൻറ്റ് ചാർജ് പ്രൊവൈഡ് ചെയ്യത്തില്ല. ദേ ആർ അറ്റാച്ച്ഡ് ടു ദ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആൻഡ് അസിസ്റ്റ് ദം ഇൻ ദെയർ അഡ്മിനിസ്ട്രേറ്റീവ്, പൊളിറ്റിക്കൽ ആൻഡ് പാർലമെൻ്ററി ഡ്യൂട്ടീസ്. They are not members of the cabinet and do not attend cabinet meetings. സെൻറ്ററിൻ്റെ ഓർഡർ വെച്ചിട്ട് കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് സെൻട്രൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ വീഡിയോയിൽ ഇത് ഞാൻ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്.